നല്ല എരിവുള്ള ചുവന്ന മുളക് ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ. കുക്കറിൽ 2 തക്കാളി, 20 ചുവന്ന മുളക്, 10 അല്ലി വെളുത്തുള്ളി, അല്പം വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുക. ഒരു 3-4 വിസിൽ വേവിച്ചെടുക്കുക. പിന്നെ വിസിൽ മാറിയ ശേഷം ഒന്ന് തണുത്തിട്ട് മിക്സി ജാറിൽ തക്കാളിയുടെ തൊലിയെല്ലാം കളഞ്ഞ് അല്പം ഉപ്പും ചേർത്ത് നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ അരച്ചെടുക്കുമ്പോഴേ കുറച്ച് തണുത്ത വെള്ളം അല്ലെങ്കിൽ 2 ഐസും കട്ടയിട്ട് അരയ്ക്കുമ്പോൾ അതിൻ്റെ കളർ മാറാതെ കിട്ടും. കടുകും കരിവേപ്പിലയും കൂടി പൊട്ടിക്കുമ്പോൾ ആ ചമ്മന്തിക്ക് ഒരു നല്ല സ്വാദ്. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക്, 2 തണ്ട് കരിവേപ്പില, അരച്ച ചമ്മന്തിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വീട്ടിലെല്ലാവരും ചമ്മന്തിയുടെ മണറിഞ്ഞ് കാണും. ചമ്മന്തിയുടെ കട്ടി അനുസരിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ. പിന്നെ ഉപ്പ് രസം നോക്കാൻ മറക്കണ്ട. ഈ ചമ്മന്തിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൊടുക്കാൻ അല്പം ശർക്കരപ്പൊടി ചേർക്കാൻ മറക്കരുത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചമ്മന്തി ലൂസ് ആവാൻ പാടില്ല, അല്പം കട്ടി വേണം. ഇഡ്ഡലിക്കും ദോശയ്ക്കും മാത്രമല്ല, ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനും ഒക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. താങ്ക് യു.